കളുടെ അടിസ്ഥാനത്തിൽ ഒന്നും രണ്ടുമല്ല 29 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ സിദ്ദിഖിന് ജാമ്യം കിട്ടിയതോടെ ഈ കേസുകളുടെ എല്ലാം ഭാവി എന്താകുമെന്ന ചോദ്യമുയരുന്നു. സമാന കേസുകളിലെ പ്രതികൾ ജയിലിലാകാനുള്ള സാധ്യത പോലും തള്ളപ്പെടുകയാണ്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോയ പോലീസിന്റെ ഉദാസീനത പോലും ഈ കേസുകളുടെ ഭാവി തുലച്ചതിന് പിന്നിലുണ്ടെന്ന് പറയാതെ വയ്യ. വെറും പ്രഹസനമായി അവസാനിക്കുകയാണോ ഹേമ കമ്മിറ്റി കേസുകൾ? SITക്ക് പാളുന്നത് എവിടെയാണ്? പരിശോധിക്കുന്നു ഈ ഒരു മണിക്കൂർ. സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷക MJ മല്ലിക, സാമൂഹ്യ പ്രവർത്തക P ഉഷ, നടി സോണിയ മൽഹാർ, ഒപ്പം വലത് നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവർ. ആദ്യം സ്റ്റുഡിയോയിൽ നിന്ന് ശ്രീമതി P ഉഷ നമുക്കൊപ്പം ചേരുന്നു. ഈ പറഞ്ഞു തുടങ്ങിയതുപോലെ ഒന്നും രണ്ടല്ല 29ഓളം കേസുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട പേരുകൾ സംവിധായകൻ രഞ്ജിത്ത്, സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ, നിവിൻ പോളി ഒക്കെ അടക്കം, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, പേരുകൾ ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. ഇതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള കേസായിരുന്നു സിദ്ദിഖിനെതിരെയുള്ളത്. തെളിവുകളും ആ തരത്തിൽ ശക്തമായിരുന്നു. ആ കേസിൽ പോലും ഒരു തവണ പോലും അറസ്റ്റ് ഉണ്ടാകുന്നില്ല, മുൻകൂർ ജാമ്യം തുടരുന്നു എന്ന് മാത്രമല്ല, ഇന്ന് സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ പോലും എവിടെയൊക്കെയോ പാളുന്നുണ്ട്. ഈ കേസ് നിയമ പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എവിടെയൊക്കെയോ പാളുന്നുണ്ട്. ആർക്കൊക്കെയോ വേണ്ടി, പ്രതികൾ എന്ന് ലേബൽ ചെയ്യപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ ഈ കേസ് മനഃപൂർവ്വം പാളുകയാണോ എന്ന് പോലും ചോദിക്കേണ്ടതായി വരുന്നു. ഇത്ര കൊട്ടിഘോഷിച്ചു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും അതിനുശേഷമുണ്ടായ ഈ കേസുകൾക്കും എന്ത് സംഭവിക്കും എന്നാണ് തോന്നുന്നത്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗോപ്യമായി വയ്ക്കുകയും വളരെ സമ്മർദ്ദങ്ങൾക്ക് ശേഷം മാത്രം പുറത്തു വരികയും അതിനുശേഷം പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീട്ടുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെയാണ് അതിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നത്. പക്ഷെ നമുക്ക് കൃത്യമായിട്ടറിയാം, അതിനെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചത് പോലും ഉണ്ടായിട്ടുള്ള ഒരു രോഷത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സുപ്രീം കോടതിയിൽ നിന്നിപ്പോൾ ജാമ്യം കിട്ടുന്നത് ഒരു അസാധാരണമായ കാര്യമല്ല. പക്ഷേ അത് സംബന്ധിച്ച് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വാർത്തകളിൽ കണ്ടതേ ഉള്ളൂ, പൂർണ്ണമായ ആ വിധിയൊന്നും കണ്ടില്ല. ഈ കാലതാമസം ഒരു കാരണമായിട്ട് പറയുന്നു, അതായത് കംപ്ലൈൻറ്റ് ചെയ്യാനുണ്ടായ കാലതാമസം. പക്ഷെ നമുക്കറിയാം എത്രയോ സുപ്രീം കോടതി വിധികളുണ്ട്, അതിലൊന്നും കാലതാമസം ഒരു പ്രധാന കാരണമേ അല്ല. കാരണം ലൈംഗിക അതിക്രമ കേസുകളിൽ സാധാരണയായി ഇരകൾ അതേസമയം പരാതിപ്പെടാനുള്ള അവസ്ഥയിലായിരിക്കില്ല. കാരണം സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം, ഭീഷണികൾ ഉണ്ടാവാം, അവരവരുടെ ജീവിതത്തിന് തന്നെ പ്രശ്നമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ ഇത് സുപ്രീം കോടതി തന്നെ നേരത്തെ നിരീക്ഷിച്ചിട്ടുള്ള കാലതാമസം ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞതിനെ തന്നെ കൗണ്ടർ ചെയ്യുന്ന തരത്തിലാണ് ഇത് വന്നതെന്ന് ഒരു കാര്യം ഞാൻ കാണുന്നു. പിന്നെ അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ നമുക്കറിയാം, കേരളത്തിൽ പിന്നെ അങ്ങേരുടെ മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ട് എത്രയോ ഒരു വലിയ കാലയളവ് അദ്ദേഹത്തിന് ഒളിവിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഇരകളോട് കാണിക്കുന്ന ഒരു ഭയങ്കരമായ നീതി നിഷേധവും പ്രതികൾ സ്ഥാനത്തുള്ളവരോട് കാണിക്കുന്ന വളരെ പിന്നെ നമുക്ക് ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ വളരെ പ്രതിഷേധാർഹമായ തരത്തിൽ പ്രതികളെ അനുകൂലിക്കുന്നതുമാണ് കാണാൻ കഴിയുന്നത്. പിന്നെ പലപ്പോഴും കോടതികളിൽ എത്തുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ നിരത്തുന്ന കാര്യങ്ങളൊന്നും വേണ്ടത്ര ശക്തമാകുന്നില്ല. പിന്നെ നമുക്ക് ഈയിടെയായിട്ട് കാണുന്നത് എല്ലാ ലൈംഗിക അതിക്രമ കേസുകളിലും ഈ മുൻകൂർ ജാമ്യത്തിനൊക്കെ പോകുമ്പോൾ പരാതിക്കാരികളായിട്ടുള്ള ഇരകളായിട്ടുള്ള ആൾക്കാർ പ്രത്യേകം വക്കീലിനെ വെക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. അതിൻ്റെ അർത്ഥം ഇപ്പോൾ പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ആണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്, പരാതിക്കാരിയെ, അതായത് ഇരയാക്കപ്പെട്ട ആളെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റിനെ വിശ്വാസമില്ല ഇരകൾക്ക് എന്നുള്ളത് നിരവധി തവണ നമ്മളുടെ മുന്നിൽ വന്നിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഒരാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലേ എന്നുള്ളതല്ല. മലയാള സിനിമാ രംഗത്ത് നടക്കുന്ന സ്ത്രീവിരുദ്ധമായ, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ വലിയൊരളവിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് തന്നെ. പക്ഷേ അതോടൊപ്പം കേരളം നടന്ന സ്ത്രീകളുടെ അവകാശ രംഗത്ത് കേരളം നടന്ന വഴി പിന്നോട്ട് നടക്കുകയാണോ എന്ന് തോന്നുന്ന തരത്തിൽ ഈ കേസുകളോട് അല്ലെങ്കിൽ ഈ അതിക്രമ സംഭവങ്ങളോട് കാണിക്കുന്ന
സ്റ്റേറ്റിൻ്റെ, അതുപോലെ അന്വേഷണ ഏജൻസിയുടെ, അതുപോലെ തന്നെ ഒരളവ് വരെ പൊതുസമൂഹത്തിൻ്റെയും പിന്നെ എന്താ പറയേണ്ടത് വളരെ ഇരകൾക്കെതിരായിട്ടുള്ള, ഇരകളോട് ഒരു തരത്തിലും അവരുടെ അവകാശങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്തൊരു ഒരു സമീപനവും കാണുന്നത്. അത് തീർച്ചയായിട്ടും നമുക്കറിയാം. ഈ സിദ്ദിഖിനെ മുൻകൂർ ജാമ്യം കിട്ടാതിരുന്ന സമയത്ത്, സിദ്ദിഖ് ഒളിവിൽ പോയ സമയത്ത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ ഭാഗത്തൊക്കെ നമുക്കറിയാം, കേരളത്തിൽ ഫെമിനിസ്റ്റുകൾ ധാരാളം ഉണ്ട്, സ്ത്രീ അവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്തുകൊണ്ടൊക്കെ അവരൊക്കെ നിർവീര്യമാക്കപ്പെട്ട ഒരു കാലം കൂടിയായിരുന്നു. അത് നമുക്ക് ലജ്ജയോടെ മാത്രമേ ഓർക്കാൻ പറ്റൂ. കാരണം ഓരോ സമയത്തും നമ്മൾ പറയും സ്ത്രീകളുടെ വികസനത്തിൻ്റെ ഇൻഡെക്സ് ഇത് പൊങ്ങി പൊങ്ങി അങ്ങ് പോയിന്ന്. പക്ഷെ അങ്ങനെ പൊങ്ങി പൊങ്ങി ഒന്നും പോയിട്ടില്ല. നമ്മൾ വളരെ കൃത്യമായി ചില സമയങ്ങളിൽ നമ്മൾ നിശബ്ദരാകുന്നു. അഥവാ കേരളത്തിൻ്റെ സ്ത്രീ സ്വാതന്ത്ര്യവാദികളെ നിശബ്ദരാക്കുന്ന മറ്റെന്തോ കാരണങ്ങൾ കൂടിയുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ എന്തൊക്കെയായാലും നമ്മുടെ ഇരയാക്കപ്പെട്ട ആൾക്കാരുടെ കൂടെ നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. തീർച്ചയായും അവർക്ക് നീതി കിട്ടുന്നത് വരെ, ഈ ഏത് കോടതിയിൽ പോയി അവർക്ക് കിട്ടിയാൽ നീതി ഏത് കോടതിയിൽ പോയാൽ നീതി കിട്ടും വരെ നമുക്ക് അവരോടൊപ്പം നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ഞാൻ തിരികെ എത്താം. ഞാൻ വരാം. രാഹുൽ ഒന്ന് കറക്റ്റ് ഒന്ന് എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ രാഹുലിലേക്ക് തന്നെ വരാം. ശ്രീമതി എം ജെ മല്ലിക, സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട് അവിടെ. ആ നിരീക്ഷണങ്ങളൊക്കെ കുറിച്ചാണ് പറയുന്നത്. അത് രണ്ടാമത്തെ ഘട്ടമാണ്. അപ്പോഴും സ്റ്റേറ്റ് എന്ത് ചെയ്തു എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഇരകൾക്കൊപ്പം നിന്നോ, അല്ലെങ്കിൽ ഇരകൾക്ക് സ്റ്റേറ്റിന് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ ഇരകൾക്ക് ഈ പരമോന്നത കോടതി വരെ ഇരകൾക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. അത് ഏറ്റവും കൂടുതൽ തെളിവുകൾ ഉണ്ടായ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്ന് ഏറ്റവും കൂടുതൽ തെളിവുകൾ ഉണ്ടായത് സിദ്ദിഖിനെതിരെയുള്ള കേസാണ്. പക്ഷേ അതിനകത്ത് പോലീസ് കാണിച്ച ഉദാസീനത, അറസ്റ്റ് ചെയ്യാതെ നീട്ടിക്കൊണ്ടുപോയത്, അത് വലിയ അത്ഭുതമാണ്. ദിലീപ് വിഷയത്തിനകത്ത് കാണിച്ച ഇടപെടലുകൾ ഒരു ഭരണകൂടത്തിന് വെറും പ്രസ്റ്റീജ് ഇഷ്യൂ മാത്രമായിരുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലാണ് അതിനുശേഷമുണ്ടായ ഈ വിഷയത്തിനകത്ത് കൈവിട്ട് നിൽക്കുകയായിരുന്നു എന്ന് തോന്നിയിരുന്നത്. സ്റ്റേറ്റ് പ്രതിയാകുന്നില്ലേ ഇതിനകത്ത്? ഞാൻ അതിന്റെ അകത്തെ എനിക്ക് ഇതിന്റെ അകത്ത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മുൻകൂർ ജാമ്യം കിട്ടി എന്നതിന്റെ അകത്ത് എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല. കാരണം മുൻകൂർ ജാമ്യം കിട്ടും, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന കുറെ കൂടി ഹ്യൂമെയിൻ ആയിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം ക്രൈമുകൾ ഇപ്പൊ ഞാൻ കാണുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്യുകയും ഇതൊരു ക്രൈമാണ് എന്ന് ചെയ്യാനും ചർച്ച ചെയ്യാനും പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതിന്റെ അകത്ത് നമ്മൾ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. ഇന്നലകളിൽ അത് ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം ഇതിന്റെ അകത്ത് അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. തെളിവുകളുടെ ചെറിയ രീതിയിലേക്ക് നിങ്ങൾക്ക് എവിഡൻസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഇതിന്റെ അകത്ത് ആക്ഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. എവിഡൻസ് ഉണ്ട്, തെളിവുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് പോലും അത്രയും നിയമപരമായിട്ട് ഒരു തരത്തിലും പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് തെളിവുകൾ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടി ചേർന്നിട്ട് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തെളിവുകളെ കൂട്ടിച്ചേർക്കുകയും അത് വെച്ചുകൊണ്ട് എവിടെയാണോ ഈ പറയുന്ന രീതി പരാതിക്കാരിയുടെ കൂടെ നിൽക്കുകയും അവർക്ക് നിയമപരമായിട്ടാണെങ്കിലും മാനസികമായി സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റാൻഡാണ് പൊതുസമൂഹം എടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ നമ്മളിപ്പം പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ പ്രതിപട്ടികയിൽ പേര് വന്നിരിക്കുന്ന ആളുകൾ അവര് അപരാധികളാവാം. കാരണം 90% നമുക്ക് അപരാധികളാണ് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും അത് അപരാധമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ വരുന്ന സമയത്ത് അവർക്കെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ നിയമപരമായിട്ടുള്ള ലൂപ്പ് ഹോൾസ് അടച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. ഇതിനകത്ത് നമുക്കറിയാം, നമ്മൾ മുൻപും ഇതേപോലെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള പല കേസസും ഉണ്ട്. അതിനകത്തൊക്കെ വന്നിട്ടുള്ള എന്താണ്, പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കഴിയുന്ന സമയത്ത് വിട്ടയക്കേണ്ടി വരുന്നു. ഇതിനകത്ത് പല സമയങ്ങളും നമ്മൾ പറയും അതോടുകൂടി കാര്യങ്ങൾ തീർന്നു. അതല്ല, എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഇത്തരത്തിലേക്ക് ഒരു കേസ് ഉണ്ടാവുകയും ആ കേസ് എടുക്കുകയും ആ കേസിന്റെ അകത്ത് മുന്നോട്ട് പോവുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെ നാളെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലേക്കുള്ള രീതിയിലേക്ക് ഒരു സാധനം എടുക്കുമ്പോൾ അല്ല അത്തരം രീതിയിലേക്ക് ഒരു നിലപാട്, സ്ത്രീവിരുദ്ധമായ നിലപാട് എടുക്കുന്ന ആളുകൾക്ക് താക്കീതാവുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്.
ഇപ്പൊ എനിക്കിപ്പം പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ചാല് നമ്മൾ ആരും വളരെ പെർഫെക്റ്റ് ആയ ആളുകളല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വളരെ പെർഫെക്ഷനെ കുറിച്ച് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള ഒരുപടി നമ്മൾ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരുപാട് പരാമർശങ്ങളിലൂടെ കടന്നു പോവുകയും അത് തെറ്റാണെന്ന് പോലും അംഗീകരിക്കാൻ പോലും അല്ലെങ്കിൽ അറിയുക പോലും ചെയ്യാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇന്നിങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ഇന്നലകളിലേക്ക് തിരിച്ചുപോയി എന്നൊന്നും നമുക്ക് പറയാനില്ല. പക്ഷെ അതേസമയം തന്നെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന നമ്മുടെ നിയമവ്യവസ്ഥയിൽ കൃത്യമായ നിയമത്തിന്റെ ലൂപ്പ് ഹോൾസുകൾ അടച്ചുകൊണ്ട് മാത്രമേ ഈ പറയുന്ന രീതിയിലേക്ക് ഒരാൾക്ക് ജാമ്യം നിഷേധിക്കാനോ അതുപോലെ തന്നെ ശിക്ഷിക്കാനോ പറ്റുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഒരു തരത്തിലും കേസോ അല്ലെങ്കിൽ ഒരു തരത്തിലേക്കുള്ള കുറ്റാരോപണം പോലും ഒരു ആരോപിതനായി എന്ന പേരിലേക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു തരത്തിലേക്കുള്ള ചർച്ചകൾ പോലും ഇല്ലാതെ എത്രയോ പേര് നമ്മളുടെ ഒക്കെ തന്നെ ജയിലറുകൾ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിയമപരമായി കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയി നിന്നുകൊണ്ട് ആരാണോ പരാതി ഉന്നയിച്ചിട്ടുള്ളത് അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നിയമപരമായി അവരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ശക്തരാക്കുകയും ആ ശക്തരായി നിർത്തുകയും ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, മറുവശത്തെ പ്രതി എന്ന് ആരോപിക്കപ്പെട്ട വ്യക്തിക്ക് അതിന്റെ രീതിയിലേക്ക് ആ രീതിയിലേക്ക് തെളിവുകളും അവർക്കും അതിന്റെ അവകാശങ്ങൾ ഉണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ ഇപ്പൊ സിനിമാ ഫീൽഡിൽ ഇത്തരം ചർച്ച നടക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. പക്ഷേ ശ്രീമതി എം ജെ മല്ലിക, അതിലെനിക്കൊരു വിയോജിപ്പുണ്ട്. അതിൽ രണ്ട് കാര്യത്തിൽ വിയോജിപ്പ്. ഒന്ന്, ദിലീപ് വിഷയത്തിൽ ഇതായിരുന്നില്ല നിലപാട് എന്നുള്ളത്, അതിന്റെ കേസിന്റെ പല മെറിറ്റ് ഒരു വശം നിൽക്കട്ടെ. രണ്ടാമത്തേത് 29 കേസ് രജിസ്റ്റർ എന്ന് പറയുന്നു. അപ്പോഴും ഇതൊക്കെ ചെറിയ മീനുകളാണ്. വമ്പൻ സ്രാവുകൾക്കെതിരായുള്ള പരാതിയൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അകത്തളങ്ങളിൽ നിൽക്കുകയാണ്. അത്തരം പരാതികൾ പോലും പുറത്തു വന്നിട്ടില്ല. ഇത്രയും ശക്തമായി പുറത്തു വന്ന പരാതി അപ്പോഴും പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന സിദ്ദിഖ് ഇപ്പോഴും സിനിമയുടെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ ഇറങ്ങാനിരിക്കുന്നു. പരാതിക്കാരി എന്ന് പറയുന്നത് സിനിമയുടെ അകത്ത് പടിവാതിൽക്കൽ പോലും എത്താൻ കഴിയാതെ ഇപ്പോഴും ഔട്ട്കാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു യുവതിയാണ്. ഇനി എത്ര പേര് പുറത്തേക്ക് വരും? ഇത്രയധികം തെളിവ് കൊടുത്തിട്ട് ഇതാണ് ഉണ്ടായതെങ്കിൽ ഇനി എത്ര പരാതി പുറത്തേക്ക് വരും? ഞാൻ ചോദിക്കുന്ന വെച്ചാല് നിയമപരമായി അതിന് പറ്റുന്ന രീതിയിലേക്ക് തെളിവ് ഉണ്ടായിട്ട് പോലും ജാമ്യം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ട് വീണ്ടും ഇത്തരം കാര്യങ്ങളുമായിട്ട് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. അതിനകത്ത് എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോ നടത്തുന്ന ചർച്ചകളിൽ ഇത് പിന്നോക്കം പോയി എന്ന് പറയുന്ന ചർച്ചകൾ പോലും എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലേക്കുള്ള പരാതിയുമായി മുന്നോട്ട് വരാൻ പറ്റുന്ന ആളുകൾക്ക് ഒരു നെഗറ്റീവായിട്ട് ഇനി ഒന്നും നടക്കില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിനെ പരാമർശിച്ചുകൊണ്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ മല്ലിക പറഞ്ഞതിനോട് റെസ്പോണ്ട് ചെയ്ത് പറയാനുണ്ട്. ഒന്ന്, നമ്മൾ ചെയ്യേണ്ടത് പരാതിക്കാരുടെ ഒപ്പം കൂട്ടി അവർക്ക് തെളിവ് കൊടുക്കുകയാണ്, അവർക്ക് സമ്മതിക്കുന്നു. പക്ഷേ ഈ സ്റ്റേറ്റ് പരാതിക്കാർക്ക് വേണ്ടി സ്റ്റേറ്റ് പോവുക എന്നുള്ളത് ഒരു പരിമിതിയാവരുത്. അതായത് സ്റ്റേറ്റ് പരാതിക്കാരിയുടെ ആളായിട്ട് നിന്നിട്ട് പരാതിക്കാരിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അനുവദിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു വേള പ്രതിയോടൊപ്പം നിൽക്കുക ചെയ്യുന്ന ഒരു കാഴ്ച ഉണ്ടാവുന്നു. ഈ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ആണ് സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. ആ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയായിരുന്നു ഇവര് വളരെയധികം കമ്മ്യൂണിക്കേഷൻസ് നടത്തിയത്. അപ്പൊ ഇങ്ങനെ തെളിവ് നശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണ ഏജൻസിയാണ്. ഇതിങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് പൊതുവായിട്ടുള്ള കാര്യമല്ല, ഇത് ഒരു പ്രത്യേക കേസിന്റെ കാര്യമാണ്. പിന്നെ ഞാൻ പറയട്ടെ, അതായത് സ്റ്റേറ്റിന്റെ ഞാൻ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ പിന്നോട്ട് പോകുന്നു എന്നുള്ളത് ഞാൻ ഈ കേസുകൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യമാണ്, അല്ലാതെ വെറുതെ പറയുന്നതല്ല. സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് നിന്നപ്പോ വളരെ ഗംഭീരമായിട്ടുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയുമ്പോ ഈ 29 കേസിലുള്ള ഇരകളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അത് ഒരു ഇരയായിരുന്നാൽ മാത്രമാണ് നമുക്കത്, ഇരയോടൊപ്പം നിന്നാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാവുക. കാരണം ഇങ്ങനെ തെളിവ് നശിപ്പിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക, ജാമ്യം കിട്ടുന്നതിനല്ല നമ്മൾ എതിർക്കുന്നത്, മറിച്ച് തെറ്റായ രീതിയിൽ ജാമ്യം കൊടുക്കുക എന്ന് പറയുന്നതിനകത്ത് തന്നെ നമ്മൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഏത് ഫീൽഡിലാണ് ഇത്തരത്തിലേക്ക് സാധനം ഇല്ലാത്തത്? നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സമൂഹത്തിന്റെ അകത്ത് സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും സ്റ്റേറ്റിനെ കുറച്ചും കൂടെ നാരോ ഡൗൺ ചെയ്യാം. സർക്കാർ സംവിധാനം
പോലീസ് എന്ന് പറയാം. ഞാൻ പറയാം പറഞ്ഞാൽ മതി. എല്ലാവരും കൂടി അതിന്റെ ഉത്തരവാദിത്തമാണെന്നുള്ളതിൽ എന്ത് സംശയമുള്ളത്? പോലീസ് മാത്രമല്ല, ഇവിടെ ഈ പറയുന്ന കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നിലനിൽക്കുന്ന സിസ്റ്റത്തിന്റെ അകത്ത് എല്ലാ ഇടങ്ങളിലും സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന സാധനം വളരെ കൃത്യമായിട്ടുള്ളതാണ്. സ്ത്രീ വിരുദ്ധതയല്ല, ഈ പ്രത്യേക കേസിലേക്ക് വരൂ. നമ്മൾ എല്ലാ സ്ത്രീ വിരുദ്ധതയും കഴിഞ്ഞതിന് ശേഷം എല്ലാ സ്ത്രീ വിരുദ്ധതയും ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹേമ കമ്മിറ്റിയിലുള്ള പരാതിക്കാരായ കുട്ടികളുടെ ഒപ്പം നിൽക്കാം, ആ സ്ത്രീകളുടെ ഒപ്പം നിൽക്കാന്നല്ല. സ്പെസിഫിക് കേസാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതിൽ സ്റ്റേറ്റിന്റെ വീഴ്ചയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആ സമയത്ത് അയാളുടെ എന്തുകൊണ്ട് അയാളുടെ അയാളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും എടുത്തില്ല. ഇങ്ങനെ ജനറലൈസ് ചെയ്യുന്നത് തെറ്റാണ്. അത് പ്രതിയോടൊപ്പം നിൽക്കുന്നതിന് തുല്യമാണ്. കാരണം എല്ലാ സ്ഥലത്തും സ്ത്രീ വിരുദ്ധതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പരാതിക്കാരോട് ഇത്തരം പരാതികൾ സമൂഹ മധ്യത്തിൽ ഉന്നയിച്ച മറ്റു പലരുമുണ്ടല്ലോ. നമുക്ക് ഞാനൊന്ന് തിരികെ വരാം. ശ്രീമതി MJ മല്ലിക, അതേ ഫീൽഡിൽ നിന്ന് തന്നെ ഇത്തരം പരാതികളുമായി മുന്നോട്ട് വരുന്നവർ എന്ത് തോന്നുന്നു എന്നൊരു വിഷയമുണ്ടോ? ഞാൻ തിരികെ വരാം. നടി സോണിയ മൽഹാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. സോണിയ, ഇത്തരം പരാതികളുമായി മുന്നോട്ട് വരുന്നവരെ പിന്നോട്ടടിപ്പിക്കുമോ? സിദ്ദിഖിന്റെ കേസിൽ പോലും അറസ്റ്റ് ഉണ്ടാകാത്തത്, ജാമ്യം തുടരുന്നത്, സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ നിരീക്ഷണങ്ങളെല്ലാം അടക്കം ഒരുപക്ഷെ ഇനിയും ഇത്തരം പരാതികളുമായിട്ട് മുന്നോട്ട് വരണ്ട എന്ന് തോന്നുമോ ആൾക്കാർക്ക്? തീർച്ചയായിട്ടും ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സ്ത്രീകൾക്കും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായാൽ അതെങ്ങനെ പുറത്ത് പറയണം? കാരണം നമുക്കറിയാം സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ലോർഡ് ഓഫ് ലോ ആണ്, ലാസ്റ്റാണ്. നമുക്ക് ഭാരതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു അത്താണിയാണ് ഏതൊരു മനുഷ്യനും ആശ്രയിക്കാവുന്ന നിയമപരമായി. അപ്പോൾ അവിടെ നിന്നൊരു ജസ്റ്റിസ് കിട്ടുക എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വിലമതിക്കാവുന്നത്. അപ്പോൾ അത് ഏത് തരത്തിലെങ്കിലുമുള്ള രാഷ്ട്രീയ കളികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾക്കോ വഴങ്ങിയായിരിക്കരുത് ഒരു നിയമ സംവിധാനം എന്നതാണ് എല്ലാ ജനങ്ങളും ഈ ഡെമോക്രസിയിൽ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഓണറബിൾ ചന്ദ്രചൂഡ് സാറ് ജസ്റ്റിസ് മാറിപ്പോയൊരു ഒഴിവിലേക്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഓണറബിൾ സുപ്രീം കോടതി ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന സാർ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, സുപ്രീം കോടതിയിൽ തന്നെ ലേഡി സ്റ്റാച്യുവിൻ്റെ കണ്ണ് കെട്ടിയിരുന്നത് മാറ്റി. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, ഇമ്പാർഷ്യാലിറ്റി ആണെന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇപ്പം പഴയ സ്റ്റാച്യു അല്ല, നമുക്കറിയാം, അത് മാറ്റി. അതേപോലെ പഴയ ഡ്രസ് കോഡല്ല, ഇപ്പം സാരി ഉടുത്ത ധീരയായ ഭാരത വനിതയാക്കിയാണ് ആ സ്റ്റാച്യു വെച്ചിരിക്കുന്നത്. അതേപോലെ ലെഫ്റ്റ് ഹാൻഡിൽ സോഡായിരുന്നു, വാളായിരുന്നു. ഇപ്പം അതിന് പകരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ആളുകളൊക്കെ നിയമത്തിൻ്റെ പരിരക്ഷ അങ്ങേയറ്റം തുല്യമായി കിട്ടും എന്നാണ് നമ്മളെപ്പോലുള്ളവർ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിയമ സംവിധാനങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. നമ്മൾക്ക് എവിടെയാണ് പിഴച്ചത് എന്ന് സസൂക്ഷ്മം അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഡിപ്പെൻഡ് ചെയ്തത് SIT വന്നപ്പോഴാണ്, സർക്കാർ പ്രഖ്യാപിച്ച നയങ്ങളിലാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകി എന്നൊരു ചോദ്യം എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. അത് തുറന്നു പറയാൻ പലരും മടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിനേക്കാളും നിസ്സാര കാര്യങ്ങൾക്ക് വീട് കുത്തി തുറന്ന് 4 വർഷവും പോലീസിൽ നിന്ന് രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്യുന്ന ഒരു നാടാണ് നമ്മുടേത്. ചെറിയൊരു കള്ള, ഒരു ആഹാരം മോഷ്ടിച്ചതിന് അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി നിർത്തിയ നാടാണ് നമ്മുടെ. അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കുന്ന ആളുകൾ നിയമ സംവിധാനവും സ്റ്റേറ്റിലും ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ മലയാളിയായ ഒരു പെൺകുട്ടിക്ക് അവളുടെ അവസ്ഥ അത് പറയുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് കള്ളമാണെന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അവള് ഫേസ്ബുക്കിൽ ഇട്ടതാണോ? സോഷ്യൽ മീഡിയ ലോകം മുഴുവൻ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന്റെ വേദന ചിലപ്പോൾ എന്നെ പോലെയാണോ മറ്റൊരു സ്ത്രീ? ഓരോ സ്ത്രീകളും വ്യത്യസ്തമാണ്. അവൾക്കുണ്ടാവുന്ന പെയിൻ പല രീതിയിലായിരിക്കും അവർ പ്രതികരിക്കുക. ആ കുട്ടി ആ സമയത്ത് അവളുടെ ചിലപ്പോൾ പക്വതക്കുറവാവാം, അല്ലെങ്കിൽ അന്നും കേസിന് പോവേണ്ട സാഹചര്യങ്ങൾ വന്നിരുന്നു, പലരും പിന്തിരിപ്പിച്ചിരുന്നു. ഇത് കേസിന് വേണ്ടി പോവുകയും ചെയ്തു. അവിടെ നിന്നെല്ലാം അവൾക്ക് നെഗറ്റീവായിട്ടുള്ള അപ്രോച്ച് കിട്ടി, വേദനിപ്പിച്ച് വിട്ടത് കൊണ്ട് ആ കുട്ടി ഒരു മെന്റൽ ട്രോമയിലേക്ക് പോയി. ഇതൊക്കെ നമ്മൾ ഒരുപാട് നേരം ചർച്ച ചെയ്തൊരു കാര്യമാണ്. അപ്പൊ അത്രയും ഇതിൽ പോയി അവൾ കേസ് കൊടുക്കാൻ താമസിച്ചു എന്നും പിന്നെ ഒരുപാട് ക്ലോസുകൾ പറഞ്ഞിട്ടാണ് ഇപ്പൊ ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഇതിനു മുന്നേ തന്നെ ഇവിടെ കേരളത്തിൽ തന്നെ നമ്മുടെ സ്റ്റേറ്റിന് തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യായിരുന്നു. സമയം കൊടുത്തുകൊണ്ട് സമാനമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്ക് ഒക്കെ നേരിടേണ്ടി വന്ന ഒരാൾ കൂടിയല്ലേ നിങ്ങൾ? അതായത് പ്രതീക്ഷ ഉള്ളത് ഈ നിയമ പോരാട്ടത്തിലേക്കാണ്. ആ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമ്പോൾ കൂടെ നിൽക്കേണ്ട സ്റ്റേറ്റ് അടക്കം അല്ലെങ്കിൽ പോലീസ് അടക്കമൊക്കെ കൃത്യമായിട്ട് കൂടെ നിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ ഒരു വശത്ത് നേരിടാൻ കഴിയാത്ത സൈബർ ആക്രമണം അതിപ്പോഴും തുടരുന്നുണ്ടാവുമല്ലോ നിങ്ങളുടെ കാര്യത്തിൽ പോലും, അല്ലേ?
തീർച്ചയായിട്ടും പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്കിരയായ ഒരാളാണ് ഞാൻ. പിന്നെ അതൊന്നും മൈൻഡിലേക്ക് വെച്ചിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് വന്ന അന്വേഷണ ഉദ്യോഗസ്ഥരായ ഇപ്പോൾ പൂങ്കുഴലി മാഡം ആയാലും ഐശ്വര്യ മാഡം ആയാലും പിന്നീട് വന്ന നമ്മുടെ മുന്നിൽ വന്ന എല്ലാ ആളുകളും, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, എന്നെ സംബന്ധിച്ച് അവരിൽ ആരിലും ഒരു കുറ്റം ഈ സമയം വരെയും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതുക്ക് മേളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, ജില്ലാ കളക്ടർമാർക്ക് മേളിൽ വരുന്ന ആളുകളെ ഭരിക്കുന്നവരാണ്. അതേപോലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേളിലൊരു പ്രയോറിറ്റി ഉണ്ടല്ലോ, ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പൊ ആരാണ് എവിടെയാണ് ഇതിനെ താഴ്ത്തി വെക്കുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥർ കറക്റ്റായിട്ട് പോകുമ്പം പിന്തിരിപ്പിക്കുന്നത് ഏതാണ്, എന്ത് പവറാണെന്ന് നമുക്കറിയാം. അപ്പൊ അതാണോ എവിടെയാണ് പിഴച്ചതെന്നുള്ളതാണ്. കൃത്യമായിട്ടും ഇതിൽ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആരോ സ്വന്തം തൊപ്പിയുടെ വില കളഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിൽ ഒരു പെൺകുട്ടി വന്ന് വളരെ ഹീനമായ ഒരു പ്രവൃത്തി പൊതുസമൂഹത്തിന് മുന്നിൽ അവളുടെ വേദനകൾ തുറന്നു പറഞ്ഞപ്പോൾ കോടതി വഴിയും അതുപോലെ സർക്കാരും എല്ലാ പിന്തുണയും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും യഥാർത്ഥത്തിൽ നീതി കിട്ടിയോ? പിണറായി സർക്കാർ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞു, പുറത്ത് എനിക്ക് തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ സർക്കാരിൽ വിശ്വാസമുണ്ടെന്നാണ്, പിണറായി സർക്കാരിൽ വിശ്വാസമുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. കാരണം നമ്മൾ ജീവിക്കുന്ന സ്റ്റേറ്റാണ്, ആ സ്റ്റേറ്റിനെ ബഹുമാനിക്കുന്നു, അല്ലെ അവിടുത്തെ നിയമ സംവിധാനത്തെ ബഹുമാനിക്കുന്നു, അതിന് നീതി കിട്ടും എന്നാണ് നമ്മളെപ്പോലെയുള്ളവർ പോലും പറഞ്ഞത്. അപ്പോൾ അട്ടിമറിക്കപ്പെട്ട ഒരു സിസ്റ്റത്തിലൂടെ പോയിട്ട് അങ്ങറ്റം സുപ്രീം കോടതി വരെ പോയിട്ട് വളരെ ഈസി ആയിട്ട് ഇന്ന് അയാളുടെ മകൻ പറഞ്ഞു കേട്ടില്ലേ, ആ മകനോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ഒരു പിതാവിന് വേണ്ടിയും ഒരു അച്ഛനും ഒരു ആൾക്കും അങ്ങനെ പോയി നിൽക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബം അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ടാവും. കാരണം അവരൊന്നും ഇത്തരത്തിൽ ഒരു അച്ഛനെ പ്രതീക്ഷിക്കില്ല. തെറ്റ് പറ്റിപ്പോയെങ്കിലും അപ്പോൾ പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ, അല്ലെങ്കിൽ പറ്റിപ്പോയി എന്നൊരു ഒരു സന്ദേശം പോലും അത് ഇല്ലാതെ അതിനെ അങ്ങോട്ട് വെള്ളം പൂശുവാണ്. അവരാണ് ഏറ്റവും എന്താ നല്ല എവിടെയെങ്കിലും തെറ്റോ? സോണിയ, തിരികെ വരാം. ഉന്നയിച്ചിരിക്കുന്ന രണ്ട് വിഷയങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെയാണ്. അന്വേഷണ സംഘാംഗങ്ങൾ പിന്തിരിപ്പിച്ചോ, ആരെങ്കിലും തൊപ്പിയുടെ വില കളഞ്ഞോ എന്നുള്ളതടക്കമുള്ള വിഷയങ്ങൾ. അന്വേഷണ സംഘത്തിന് മുൻപേ ഹാജരായ ഒരാൾ കൂടിയാണ് സോണിയ മൽഹാർ. രാഹുൽ ഈശ്വർ, ഞാൻ ആ ഒരു ചോദ്യത്തിലേക്കല്ല കടക്കുന്നത്. ഇങ്ങനൊരു വിഷയം വരുമ്പോൾ, ഇങ്ങനൊരു കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ, പല തവണ നമ്മൾ ഈ ചർച്ചയിലൊക്കെ ഇരിക്കുമ്പോൾ ഇത് ഈ ഘട്ടത്തിലൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും അവസാനിക്കുക എന്നുള്ളൊരു പ്രവചനമൊക്കെ രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് അന്ന് ആ സിസ്റ്റം ഇങ്ങനെയൊക്കെയാണ്, ഈ തരത്തിൽ സിസ്റ്റം ഇങ്ങനെയൊക്കെ പോകുള്ളൂ, ആർക്കും പ്രത്യേകിച്ച് ജസ്റ്റിസ് കിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരുന്നോ, അതോ ഈ പരാതികളിലൊന്നും കഴമ്പില്ല എന്നുള്ളത് കൊണ്ടാണോ? ഇപ്പോൾ ഈ പോയ വഴികളൊക്കെ കാണുമ്പോഴും രാഹുൽ ഏത് അഭിപ്രായത്തിലാണ് നിൽക്കുക? അപർണാജി, ഞാൻ പരമാവധി മിതത്വം പാലിച്ചുകൊണ്ട് പറയാം. ആദ്യം തന്നെ പോസിറ്റീവ് കാര്യം പറഞ്ഞു തുടങ്ങാം. ഒന്ന്, മല്ലിക മാഡം പറഞ്ഞതിനെ പൂർണ്ണമായി യോജിക്കുന്നു. അത്തരം ബാലൻസ്ഡ് ആയ കാര്യങ്ങൾ മാഡത്തിന്റെ നിലപാടിനോട് വിയോജിപ്പുണ്ടെങ്കിലും WCC പൊതുവെയും ഒരുപാട് പേർ വളരെ മിതവും ബാലൻസ്ഡും ആയ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇത് തുടങ്ങുന്നു. രണ്ട്, ഓൾറെഡി സിദ്ദിഖ് തെറ്റുപറ്റി പോകണമെന്ന് പറയുന്നത് പറഞ്ഞാൽ സോണിയ മൽഹാറിന് അറിയാമോ ഈ സംഭവം നടന്നു എന്ന്? മാഡമോട് ഉണ്ടായിരുന്നു കൂടെ. സോ സിദ്ദിഖിന് തെറ്റുപറ്റി പോയെന്ന് അങ്ങ് എങ്ങനെ കൺക്ലൂഡ് ചെയ്തു? രണ്ട്, എങ്ങനെയാണ് ഓൾറെഡി ഇരയായത്? പരാതിക്കാരിയല്ലേ? നാണവും മാനവും ഇല്ലാത്ത കള്ളങ്ങൾ പറയുമ്പോൾ പൊളിക്കാൻ ഞാൻ ഉണ്ടാവും. മാഡം ദൈവത്തോട് തന്നെ പ്രകോപിപ്പിക്കരുത്. വളരെ കൺട്രോൾ ചെയ്താണ് സംസാരിക്കുന്നത്. അതായത് മാഡം ആലോചിക്കേണ്ട കാര്യം, ഇനി നേരത്തെ ഒരാൾ ട്രോൾ ചെയ്യപ്പെട്ട കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ ട്രോൾ ചെയ്യപ്പെട്ടത് നിങ്ങൾക്ക് വ്യാജ ഡോക്ടറേറ്റ് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ ട്രോൾ ചെയ്യപ്പെട്ടത് ജി മാധവൻ നായർ സാർക്ക് പകരം ഓ മാധവനിൽ നിന്ന് വ്യാജ ഡോക്ടറേറ്റ് മേടിച്ചിട്ട് അതിന്റെ സ്തുതി പറഞ്ഞതിനാണ്. പറഞ്ഞോട്ടെ, മറുപടി പറഞ്ഞോട്ടെ. നടത്തെക്കാട്ടി മൂർച്ചയായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയാം, പക്ഷേ വ്യക്തിപരമായി പോകാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേടാതെ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, നിവിൻ പോളിക്കെതിരെ ഒരു കുട്ടി പരാതിയുമായി വന്നു. നിവിൻ പോളിക്കെതിരെ ഒരു വ്യക്തി പരാതിയുമായി വന്നു. ആ കുട്ടിയും അതിജീവിതയായോ? ആ കുട്ടിയും ഇരയായോ? നിവിൻ പോളിക്കെതിരെയുള്ള പരാതി വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയില്ലേ? അപ്പം പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ ഇരയാകുമോ? പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ അതിജീവിതയാകുമോ? ഇല്ല. പരാതി കോടതി സ്വീകരിച്ച് മറുഭാഗത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമല്ലേ ഇരയും അതിജീവിതയുമാകൂ. ഓൾറെഡി പരാതി വ്യാജമാണെങ്കിലോ? ഇനി രണ്ട്, നമ്മുടെ സുപ്രീം കോടതി സ്ത്രീകൾക്ക് അനുകൂലമായി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീയുടെ മൊഴി മാത്രം മതി ഒരു പുരുഷനെ ജയിലിലിടാൻ. വേറെ ഒരു തെളിവും വേണ്ട. പക്ഷെ വിറ്റ്നസ് സ്റ്റെർലിംഗ് വിറ്റ്നസ് ആയിരിക്കണം. വിറ്റ്നസിന്റെ മൊഴിക്ക് കൺസിസ്റ്റൻസി ഉണ്ടാകണം. ശ്രീ സിദ്ദിഖിന്റെ കേസിൽ 3 തവണ മൊഴി മാറ്റി. ആദ്യം ഫേസ്ബുക്കിൽ വന്നപ്പോ എന്റെ സുഹൃത്ത് നമ്മുടെ അഭിലിന്റെ പേരടക്കം അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടി ആദ്യം പറഞ്ഞത് വെർബൽ ഹരാസ്മെന്റ് എന്നാണ്.
രണ്ടാമത് പറഞ്ഞത് നിള തിയേറ്ററിൽ വെച്ച് സെക്ഷൽ ഫേവർ ചോദിച്ചു എന്നാണ്. മൂന്നാമതാണ് ഈ മസ്കറ്റിന്റെ കഥ പറയുന്നത്. മൂന്ന് പ്രാവശ്യം മൊഴി മാറ്റിയ ഒരു വ്യക്തി എങ്ങനെയാണ് നല്ല വിറ്റ്നസ് ആകുക? 3 പ്രാവശ്യം മൊഴി മാറ്റിയ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ക്രെഡിബിലിറ്റി ഉണ്ടാകുക? രണ്ട്, ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി എടുത്തത് ചരിത്രപരമായ സമീപനമാണ്. അപർണാജി, ഒരു കാര്യം കൂടെ ഓർക്കണം. സുപ്രീം കോടതിക്ക് മുമ്പ് ഹൈക്കോടതികൾ സമാനമായ കേസുകൾ പരിഗണിച്ചപ്പോ ഞാനൊക്കെ ഒരുപാട് കാലമായി പറയുന്ന ഒരു കാര്യം ഹൈക്കോടതി വിധിന്യായത്തിൽ എഴുതി വെച്ചു. അതായത് പുരുഷനും സ്വകാര്യതയ്ക്ക് അവകാശമുണ്ട്, ആരോപിതരുടെ സ്വകാര്യതയും ബഹുമാനിക്കുന്ന രീതിയിൽ തന്നെ പോണം. ഇത് പലപ്പോഴും നെയിം ആൻഡ് ഷെയിം സ്ട്രാറ്റജി അഥവാ കരിവാരിത്തേക്കൽ സ്ട്രാറ്റജി മാത്രമാകുകയാണ്. ബാലേന്ദ്രമേനോൻ സാറിനെതിരെ ആരോപണം വന്നത് ശരിയാണോ? മുകേഷിനെതിരെ ആരോപണം വന്നത് ശരിയാണോ? നിവിൻ പോളിക്കെതിരെ വന്നത് ശരിയാണോ? നിവിൻ പോളിയുടെ കാര്യത്തിൽ ആ പെൺകുട്ടി പറഞ്ഞ ഓർമ്മയുണ്ടോ? റേപ്പ് ചെയ്ത ഡേറ്റ് മാറിപ്പോയതാണെന്ന്. ഞാൻ ഉറക്കപ്പിച്ചിൽ വന്ന് മാധ്യമങ്ങളോട് ഡിസംബർ 14-15 എന്ന് പറഞ്ഞതാണ്, വേറൊരു ഡേറ്റിലായിരുന്നു. അതായത് നിവിൻ പോളിയുടെ കാര്യത്തിൽ നിവിൻ പോളി കേരളത്തിലുണ്ടായിരുന്നു, നമുക്ക് റെക്കോർഡിക്കൽ തെളിവുകളുണ്ട്, 100 കണക്കിന് ആൾക്കാർ കണ്ടു ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ. അപ്പൊ ആ പെൺകുട്ടി പറയാണ് ഞാൻ ഉറക്കപ്പിച്ചിൽ വന്നിരുന്ന് പറഞ്ഞപ്പോ മാറിപ്പോയതാണെന്ന്. ഈ കാണുന്ന കാര്യങ്ങൾക്കൊരു മര്യാദ വേണ്ടേ? എത്ര പേരെയാണ് വ്യാജ പരാതികളിൽ കൊടുക്കുന്നത്? ശരിയായ പരാതികളില്ലേ? ഉണ്ട്. ഇപ്പൊ ഞാനൊക്കെ സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എക്സ്പ്ലോയിറ്റേഷനും സെക്സ്പ്ലോയിറ്റേഷനും ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാസ്റ്റിംഗ് കൗച്ചിന്റെ പ്രശ്നങ്ങളുണ്ട്, സ്ത്രീകൾക്ക് വേണ്ട രീതിയിൽ ഫെസിലിറ്റി ലഭിക്കുന്നില്ല, മറ്റൊരു മേഖലയിലും ഇല്ലാത്തതുപോലെ സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കും. ഇതൊരു റിയാലിറ്റിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് വ്യാജ പരാതികൾ നല്ല പരാതികളുടെ ക്രെഡിബിലിറ്റി കുറയ്ക്കുകയാണ്. ശ്രീ സിദ്ദിഖ് തെറ്റുകാരനാണ്. സിദ്ദിഖിന്റെ മോൻ എന്തിനാ പറയേണ്ടത് സിദ്ദിഖ് തെറ്റുകാരനാണെന്ന്? സോണിയ മൽഹാറിന് എങ്ങനെ മനസ്സിലായി? കോടതിക്ക് പോലും മനസ്സിലാകാത്ത കാര്യം അന്വേഷണത്തിൽ മാഡം ഉണ്ടായിരുന്നോ? അപ്പോ ഇവരെ കരിവാരി തേക്കുക എന്നൊരു സ്ട്രാറ്റജി പ്രയോഗിക്കുന്നത് ദൈവദോഷമാണ്, നിയമദോഷമാണ്, അത് അനീതിയാണ്, അസന്മാർഗികതയാണ്. അവിടെയാണ് കോടതി വിധി വരട്ടെ എന്നിട്ട് മാത്രം ഒരു നിലപാടിലേക്ക് പോകാനുള്ള മര്യാദയും മാന്യതയും നമ്മൾ കാണിക്കണം. ശ്രീ സിദ്ദിഖ് നിരപരാധിയാണെന്ന് ശക്തമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ കോടതി വിധി വരട്ടെ. കോടതി ഈ സമീപനത്തിൽ ചോദിച്ചൊരു കാര്യം രാഹുൽ, ഞാൻ ഒരു ചോദ്യം ഒറ്റ വരെ നീട്ടി പറയത് ഒറ്റ ചോദ്യം. ദിലീപിന് കിട്ടാത്ത ഒരു നീതി സിദ്ദിഖിന് കിട്ടി എന്ന് ദിലീപിന് വേണ്ടി എപ്പോഴും വാദിക്കുന്ന ഒരാൾ കൂടിയാണ് രാഹുൽ. ഞാൻ അതിന്റെ ഉള്ളറൽ ദിലീപിന് കിട്ടാത്തൊരു നീതി സിദ്ദിഖിന് കിട്ടി എന്ന് തോന്നുന്നു. തന്നെ പറയാം. ശ്രീ ദിലീപ് യഥാർത്ഥത്തിൽ രക്തസാക്ഷിയാകുകയും ഈ പോരാട്ടത്തിന് തുടക്കമിടുകയും ചെയ്യുകയാണ്. പിന്നീട് വിജയബാബു അടക്കമുള്ള പലരെയും കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിശക്തമായ പുഷ്ബാക്ക് ഉണ്ടായി. ശ്രീ ദിലീപിന്റെ കേസിൽ മലയാള സിനിമ ഒരുമിച്ച് നിന്നില്ല. ശ്രീ ദിലീപിനെ തള്ളി പറയാനും കയ്യടി നേടാനും നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ആള് ചമയാനുമായിരുന്നു പലർക്കും താല്പര്യം. ശ്രീ ദിലീപ് അടക്കമുള്ളവർ അനുഭവിച്ച വേദന ഇന്ന് പലർക്കും അനുഭവിക്കേണ്ടി വരാത്തത് ശ്രീ ദിലീപ് മിക്കവർക്കുമെതിരെ കേസ് വന്നതുകൊണ്ട് പലരും ഒരുമിച്ച് നിന്നു, അതാണോ? മാഡം വ്യാജമല്ലേ? അപർണാജി ആലോചിച്ച് നോക്കും. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഇപ്പൊ ജോർജിയയിൽ പോയ കേരളത്തിലെ പ്രമുഖ സംവിധായകനും പ്രൊഡ്യൂസറും, ഞാൻ പേര് പറയാത്ത അദ്ദേഹം എന്നോട് വിളിച്ച് പേര് പറയരുതെന്ന് പറഞ്ഞാൽ പുള്ളി കേസ് ജയിച്ചിട്ടുമാണ്, പുള്ളിക്ക് കേസ് അനുകൂലമാണ്, എന്നിട്ട് പോലും ആ വേദന ഓർക്കാൻ കഴിയില്ല. സിനിമയ്ക്ക് റോള് കിട്ടിയില്ല, ഒരു പരാതി കൊടുത്തു. ഒമർ ലുലുവിനെതിരെ വ്യാജ പരാതി വന്നു. എത്ര പേർക്കെതിരെയാണ് വ്യാജ പരാതി വന്നത്? ഈ വ്യാജ പരാതികളൊന്നൊരു പോസിബിലിറ്റി എങ്കിലും നിങ്ങൾ കാണണ്ടേ? അവിടെയാണ് ജെനുവിൻ പരാതികളില്ലെന്ന് ആരും പറയുന്നില്ല. മീറ്റുവിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല. മീറ്റു ജെനുവിൻ ആണ്, ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവന്നു. ഇനിയും പലർക്കും ഇത് ചോദിക്കാൻ ഏതെങ്കിലും ഒരു ജെനുവിൻ പരാതി മെൻഷൻ ചെയ്യാനുണ്ടോ? രാഹുലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പരാതിയും ഞാൻ അന്വേഷണ ഏജൻസി അല്ലല്ലോ. എന്തായാലും ഇൻജെനുവിൻ ആയ കോടതി പറഞ്ഞ 3 പരാതി പറയാം. ശ്രദ്ധിക്കുക, കോടതി പറഞ്ഞ 3 വ്യാജ പരാതികൾ പറയാം. ഒന്ന്, നമ്മുടെ ഒരു പ്രത്യേക സംവിധായകൻ നടനുമെതിരെ. 2, ഒമർ ലുലുവിന്റെ കാര്യത്തിൽ. 3, നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ എന്തായി കാണിക്കുന്നത്, ഇത് സിനിമാ കഥമെന്ന് പറയുകയാണോ എന്ന്. BBC അടക്കം പറയുന്നത് 53.2% പരാതികൾ ഇന്ത്യയിൽ വരുന്നത് വ്യാജമാണെന്ന് BBC ഒരു റിപ്പോർട്ടിനെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ വ്യാജ പരാതികൾ എന്നൊരു കാര്യം കാണാതിരിക്കരുത്. ശരിയായ പരാതികൾ ഉണ്ടെങ്കിൽ കോടതി പറയണം, ഇവരെ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം. പക്ഷെ വ്യാജ പരാതിയാണെങ്കിൽ അവരുടെ എങ്ങനെ ഈ പരാതികളുമായിട്ട് മുന്നോട്ട് വരും? ഇതാണ് സ്ഥിതി. ഞാൻ തിരികെ എത്താം, രാഹുൽ അടക്കം ഞാൻ തിരികെ എത്താം. ഒരു ചെറിയ ഇടവേള അത്യാവശ്യം. ഞാൻ തിരികെ നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. ഫേസ്ബുക്ക് പോസ്റ്റിടാൻ ധൈര്യം കാണിച്ച പരാതിക്കാരി 8 വർഷം പോലീസിന് പരാതി നൽകാതിരുന്നത് എന്ത് എന്ന് കോടതി. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും നിർദ്ദേശം. സിദ്ദിഖ് പാസ്പോർട്ട് ഹാജരാക്കണമെന്നും അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കോടതി. വനിതാ നിർമ്മാതാവ് നൽകിയ പരാതിയിൽ നിർമ്മാതാവ് ലിസ്റ്റൻ സ്റ്റീഫൻ SITക്ക് മുന്നിൽ ഹാജരായി. തീരദേശ പോലീസ് ആസ്ഥാനത്താണ് ലിസ്റ്റൻ സ്റ്റീഫൻ ഹാജരായത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ വെച്ച് വനിതാ നിർമ്മാതാവിനോട് അപമര്യാദയായി പെരുമാറിയെന്ന് പരാതി.
പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായ അമ്മു സജീവ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് ആരോഗ്യ സർവകലാശാല. ആരോഗ്യ സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിച്ചു. കോളേജിന്റെ വിശദീകരണം ലഭിച്ച ശേഷം VC ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന് പരാതി. പേരാമ്പ്ര കൂത്താലി സ്വദേശിനി രജനിയാണ് മരിച്ചത്. ശരീരമരവിപ്പും വേദനയുമായി എത്തിയ യുവതിക്ക് ആദ്യം നൽകിയത് മാനസിക രോഗത്തിനുള്ള ചികിത്സയാണെന്ന് ബന്ധുക്കൾ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ വയനാട് LDF UDF ഹർത്താൽ തുടരുന്നു. രാവിലെ ലക്കിടി ജില്ലാ കവാടത്തിലും കൽപ്പറ്റയിലും UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. KSRTC അന്തർജില്ലാ സർവീസും സ്വകാര്യ വാഹനങ്ങളുമാണ് തടഞ്ഞത്. വയനാടിന് കേന്ദ്രം പണം നൽകിയാലും ഇല്ലെങ്കിലും പുനരധിവാസം ഉറപ്പാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഉപദേശമല്ല, പണമാണ് വയനാടിന് വേണ്ടത്. സംസ്ഥാനത്തിന്റെ കയ്യിൽ പണമുണ്ടല്ലോ എന്നല്ല കേന്ദ്രം പറയേണ്ടതെന്നും ധനമന്ത്രി. ശബരിമല സന്നിധാനത്ത് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന. രാവിലെ 10 മണി വരെ പമ്പയിൽ നിന്ന് പുറപ്പെട്ടത് 30,000-ത്തിലധികം സ്വാമിമാർ. ഇന്നലെ എത്തിയ തീർത്ഥാടകരിൽ 8,000-ത്തിലേറെ പേർ കുട്ടികൾ. നട തുറന്ന ശേഷം ഏറ്റവും തിരക്ക് അനുഭവപ്പെട്ടത് ഇന്നലെ. കാസർഗോഡ് മേൽപ്പറമ്പ്, കീഴൂർ, കളനാട് എന്നിവിടങ്ങളിൽ ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. ട്രാക്കിൽ കരിങ്കല്ല് കയറ്റിവെച്ച് ഉഷ, ദിലീപ് ഒരു രക്തസാക്ഷി ആയിരുന്നു ഇത്തരം കേസുകളിൽ. ഈ പോരാട്ടം തുടങ്ങിയത് ദിലീപാണ്. വിജയബാബുവിന്റെ കേസ് എന്ത് സംഭവിച്ചു, നിവിൻ പോളിയുടെ കേസ് എന്ത് സംഭവിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ ആൾക്കാർക്ക് പറയാൻ നിരത്തിവെക്കാവുന്ന എക്സാമ്പിളുകൾ. സിനിമയിൽ അവസരം ചോദിക്കുന്നു, അവസരം കിട്ടാതാകുമ്പോൾ അല്ലെങ്കിൽ അവസരം നിഷേധിക്കപ്പെടുമ്പോൾ സൗകര്യപൂർവ്വം ഒരു പരാതി കൊടുക്കുന്നു. 7-8 വർഷം കഴിഞ്ഞ് ഒരു പരാതി കൊടുക്കുന്നത് എന്താണെന്ന് ഇത് കോടതി ബാലൻസ്ഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് രാഹുൽ ഈശ്വർ. പക്ഷേ ഈ വിഷയത്തിനകത്തൊരു കാര്യമുണ്ട്. ചില പരാതികളടക്കം, ഇപ്പം നിവിൻ പോളിയുടെ അടക്കം പരാതികൾ ഇങ്ങനെ പൊളിഞ്ഞു പോകുമ്പോൾ അത് തന്നെ ഒരു പ്ലാൻഡ് ഇൻസിഡന്റ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് പറയാമെന്നേ ഉള്ളൂ. അതൊന്നും എവിഡൻസ് ഒന്നും ഇല്ലല്ലോ. അതായത് പൊതുജന മധ്യത്തിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ ഉണ്ടയില്ല വെടികളായി പോയി എന്ന് തോന്നില്ലേ? അല്ല, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ ഈ ആയുധം ആരുപയോഗിക്കുന്നു. ഇപ്പോൾ ദിലീപ് കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ എവിടെയും കേട്ടിട്ടില്ല കൊട്ടേഷൻ ബലാത്സംഗം, അല്ലേ? അപ്പോൾ അതിൽ വളരെയധികം അന്വേഷണങ്ങൾക്കൊടുവിൽ മാത്രമാണ് ദിലീപിലെത്തിയത്. പക്ഷേ അങ്ങനെ ദിലീപ് രക്തസാക്ഷിയൊന്നും ആവുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ദിലീപിന് അയാളുടെ ഭാഗത്ത് നീതിയുണ്ടെങ്കിൽ, അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അയാൾക്കത് തെളിയിക്കാനും അയാൾ നിരപരാധി എന്നുള്ള രീതിയിൽ അയാൾ പുറത്തു വരാൻ കഴിയുന്നത്ര കഴിവുള്ള ആൾ തന്നെയാണ്. അത് രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് ഞാൻ അതിന് വിയോജിക്കുന്നു. മാത്രമല്ല, രാഹുൽ ഈശ്വർ ദിലീപിനെ താഴ്ത്തി കെട്ടിയതായി. കാരണം ദിലീപ് അങ്ങനെ ഒരു രക്തസാക്ഷി ആവുന്ന ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെതായ കരുത്തിലൂടെ അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമായ എല്ലാ കരുത്തുമുണ്ട്. നിയമ സ്ഥാപനങ്ങളെ ആക്സസ് ചെയ്യാനും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ആക്സസ് ചെയ്യാനുള്ള കഴിവുള്ള ആളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ദിലീപിനെ അങ്ങനെ ഒരു ഇരയാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വ്യാജമായിട്ടുള്ള കേസുകൾ എല്ലാ സ്ഥലത്തും വരും. പിന്നെ ഇത്തരം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ കേസുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ ഒരു ആണധികാര സമൂഹമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ, സ്ത്രീകൾ പരാതിയായിട്ട് വരുമ്പോൾ അത് മുഴുവൻ തെറ്റാണെന്ന് പറയാൻ ചിലപ്പോൾ സ്ത്രീകളെ കൊണ്ട് തന്നെ വ്യാജ പരാതികൾ കൊടുപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. എനിക്ക് അങ്ങനെ പല കാര്യങ്ങൾ അറിയാം. ചില കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ വരുന്നത് നേരായി പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് വ്യാജ പരാതികൾ അതിനകത്ത് വരും. നമുക്കറിയില്ല ഇതിൽ ഏതെങ്കിലും വ്യാജ പരാതി ആണോ എന്ന്. പക്ഷെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ചില പരാതികളുടെ നടപടിക്രമങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് ശരി തന്നെയാണ്. അതും എല്ലാ കാര്യത്തിലും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ അറിയാം. പക്ഷെ ഈ വ്യാജന്മാരെ പേടിച്ചിട്ട്, വ്യാജന്മാരുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ശരിയായ കാര്യങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഏത് കേസാണ് ശരിയായ രീതിയിൽ അന്വേഷിച്ചത്? ഇപ്പൊ നടിയെ അതിക്രമത്തിനിരയാക്കിയ കേസ് തന്നെ അന്വേഷിച്ചിട്ടുള്ള ആ നാൾ വഴികൾ നോക്കൂ. അത് പോയിട്ടുള്ള വിവിധ അവാന്തര വിഭാഗങ്ങൾ, അത് അന്വേഷണത്തിന്റെ
വളരെയധികം ബ്രാഞ്ച് ചെയ്ത് പോയില്ലേ. അപ്പൊ അതൊക്കെ നോക്കൂ, അതൊക്കെ എങ്ങനെയാണ് ഒരാളുടെ ജീവിതമാണ് അവിടെ ഇങ്ങനെ തൂങ്ങി പോകുന്നത്. നമ്മള് അപ്പൊ ദിലീപിന് എന്ത് നഷ്ടപ്പെട്ടു എന്ന് നോക്കുന്നേക്കാൾ അധികം അതില് പരാതിക്കാരിയായ പെൺകുട്ടി, അതില് മുഖ്യസാക്ഷിയായ സ്ത്രീ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വിഷമങ്ങളാണ് പ്രധാനമാകുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇരയാണോ പിന്നെ വ്യാജ ഇരയാണോ എന്നൊക്കെ അന്വേഷണം കൊണ്ട് തെളിയിക്കേണ്ടതാണ്. കാരണം ഇവിടുത്തെ അന്വേഷണം ശരിയായി നടക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ വ്യാജ കേസുകൾ പറഞ്ഞൊരു കാര്യമാണ്, അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും പിന്തിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയാ, അവര് തന്നെ പറയുമ്പോ അത് കുറച്ചും കൂടെ ഗൗരവകരമാണ്. പക്ഷേ ഈ അന്വേഷണത്തിൽ എനിക്ക് സോണിയ മൽഹാർ പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥർ നല്ലതായിരിക്കും. വ്യക്തിപരമായി ഒരാൾ നല്ലതോ ചീത്തയോ എന്നുള്ളത് ഇവിടെ ഇമ്മെറ്റീരിയൽ ആണ്, അത് പ്രസക്തമല്ല. ഇവിടെ നമുക്ക് മൊത്തത്തിൽ ആ SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ദിലീപ് കേസ് സിദ്ദിഖിന്റെ കേസ് ഉദാഹരണമായിട്ട് എടുത്താൽ ഞാൻ പറയുന്നത് ഇതാണ്, അയാൾക്ക് ജാമ്യം കിട്ടുമോ മുൻകൂർ ജാമ്യം കിട്ടുമോ അത് പ്രസക്തമല്ല. പക്ഷേ അതിനു വേണ്ടി പിന്നെ നിരത്തുന്ന വസ്തുതകൾ, പിന്നെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവല്ലേ. അങ്ങനെ തെളിവ് നശിപ്പിക്കൽ നടന്നു ഇതിനകം തന്നെ. പിന്നെ ഇതിലുള്ള പരാതിക്കാരി അല്ലെങ്കിൽ മുഖ്യസാക്ഷിയെയും ദിലീപിനെയും നമുക്ക് സിദ്ദിഖിനെയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും, ഒരാൾ വളരെ ശക്തനായിട്ടുള്ള ഒരാളാണ്, സിനിമാ മേഖലയിൽ വളരെയധികം സ്വാധീനമുള്ള ആളാണ്, അയാൾക്ക് സ്റ്റേറ്റിനെ ഉപയോഗിക്കാൻ കഴിയും, പിന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ കഴിയും. കാരണം നമുക്കറിയാം ഈ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്വാധീനം മറ്റേ പരാതിക്കാരി അല്ലെങ്കിൽ മുഖ്യസാക്ഷിയായ ആൾക്ക് കിട്ടില്ല. അപ്പൊ ഇതിലൊക്കെ സ്റ്റേറ്റിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ വേണം. സ്റ്റേറ്റിന്റെ ഒരു എന്താ പറയേണ്ടത്, കൃത്യമായും ഈ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ, പരാതിക്കാരിയുടെ പക്ഷത്ത് നിൽക്കാൻ, മുഖ്യസാക്ഷിയുടെ പക്ഷത്ത് നിൽക്കാനുള്ള ഒരു എന്താ പറയണ്ട കരുത്ത് സ്റ്റേറ്റിന്റെ. ഒരു ചോദ്യം മാത്രം, ഈ പരാതിക്കാരിയുടെ ഫേസ്ബുക്ക് കയറി നോക്കിയാ പോരെ? ശ്രീ സിദ്ദിഖിന്റെ മാത്രമല്ലല്ലോ, പരാതിക്കാരിക്ക് ഫേസ്ബുക്ക് ഇല്ലേ? പരാതിക്കാരിയോട് മാത്രമല്ല അദ്ദേഹം ഈ ഇടപാട് നടത്തിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരാതിക്കാരിയുടെ ഫേസ്ബുക്ക് അല്ലല്ല, അയാളൊരു ഹാബിച്വൽ ഒഫൻഡർ ആണ്. ഹാബിച്വൽ ഒഫൻഡർ ആണ്. പോയിന്റ് ഹാബിച്വൽ ഒഫൻഡർ ആണോ എന്ന് പഠിക്കാനല്ലല്ലോ മാഡം തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞത്. അല്ല, അതും പ്രധാനമാണല്ലോ, അതും പ്രധാനമാണ്. ഒരാള് പലരോടും പിന്നെ ഇതേ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് ചോദ്യമാണ്. ഈ പെൺകുട്ടിക്ക് സിദ്ദിഖ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ പോലെ. അല്ലല്ല, അത് മനസ്സിലാക്കാം. പക്ഷെ പലരോടും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്തിനാ പിന്നെ സിദ്ദിഖ് അത് പിന്നെ ഡിലീറ്റ് ചെയ്തത്? ബന്ധമുള്ള ആളല്ല, എനിക്കതറിയില്ല. ഒരു പക്ഷേ രാഹുൽ ഈശ്വറിന് ബന്ധം ഉണ്ടാവുമായിരിക്കും, കാരണം ഞാൻ അങ്ങനത്തെ ഒരാളല്ല, എനിക്കറിയില്ല. പക്ഷെ ഇത് പത്രവാർത്തകളിൽ വന്നതാണ്, പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞതായിട്ട് വന്നതാണ്. ഓരോ കാര്യങ്ങളും ഞാൻ സോണിയിലേക്ക് മറുപടി മാത്രമല്ല, എനിക്കൊരു സംശയം മാഡം. അതായത് മാഡം, എനിക്കിപ്പോൾ ഉള്ളൊരു സംശയം, രാഹുൽജി പറഞ്ഞത് ഇപ്പം സിദ്ദീഖ് സാർ ഉൾപ്പെടെയുള്ളവർ ഓക്കെ ഇന്നസെന്റ് ആണ്, ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അപ്പം നമ്മളെ സ്റ്റേറ്റ് എല്ലാം മൊത്തത്തിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇതിവിടെ വെച്ച് തീരേണ്ട ഒരു കാര്യത്തിന് അങ്ങനെ ഒന്നും ഇല്ല. അദ്ദേഹം നിരപരാധിയാണ്. ഒരു കെട്ടിച്ചമച്ച ഒരു ഫാബ്രിക്കേറ്റഡ് സാധനമാണെങ്കിൽ എന്തിന് ഇത്രയും നാളെ ഇത്രയും പൈസയും കൊടുത്ത് അന്വേഷണ SIT ടീമിനെ ഇത്രയിട്ട് നടത്തിക്കുന്നു, സ്റ്റേറ്റ് ഇടപെടുന്നു, ഹൈക്കോടതി ഇടപെടുന്നു, മുൻകൂർ ജാമ്യത്തിൽ ഇത്രയും ലക്ഷം എത്ര കോടി രൂപ ഇപ്പൊ അദ്ദേഹത്തിന് ചെലവായിട്ടുണ്ട്. അദ്ദേഹം നിരപരാധിയാണെങ്കിൽ ജെനുവിനായിട്ട് വന്ന് ഒരു പ്രസ് മീറ്റ് വിളിച്ച് കേരള പോലീസിന് മുമ്പിൽ പൊതുസമൂഹത്തോട് ജസ്റ്റ് ഒരു പറഞ്ഞാൽ പോരെ? എന്തിനാ ഇത്രയും പേടിക്കുന്നത്? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ എല്ലാ പരാതികളും ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാ പരാതികളും ആളുകളെ ഇറക്കി എല്ലാ പരാതികളും മിക്ക പരാതികളും അല്ലെങ്കിൽ പുറത്തു വന്ന മിക്ക പരാതികളും ഇത്രയേ ഉള്ളൂ എന്നുള്ള ചോദ്യം ഉയരാൻ ഉണ്ടായ സംഭവം നിവിൻ പോളിക്കെതിരായിട്ട് വന്ന ഘടകവിരുദ്ധമായിട്ട് എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞ ഒരു പരാതിക്കാരിയായിരുന്നു. നേരത്തെ ശ്രീമതി പി ഉഷ പറഞ്ഞ പോലെ ഇത്തരം ഒരു സംഭവം ആളിക്കത്തുമ്പോൾ സ്ത്രീകളെ കൊണ്ട് തന്നെ വ്യാജ പരാതി കൊടുപ്പിക്കുക, അങ്ങനെ ഒരു മൂവ്മെന്റ് തന്നെ ഇല്ലാണ്ടാക്കി കളയുന്ന ഉറപ്പാണ്. അത് ആദ്യം മുതൽ നമുക്ക് എല്ലാ സംശയം തോന്നി. നമ്മള് നല്ല സിനിമാക്കാരുടെ ഇടയിൽ അത് ചർച്ച വന്നിരുന്നു.
വിളിച്ചിരുന്നു. അവരെല്ലാവരും ഒരുപാട് സിനിമാക്കാർ എന്നെ വിളിച്ചിരുന്നു. ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ് നിവിൻ പോളിക്കെതിരായിട്ട്. കാരണം വലിയൊരു സാധനം നമ്മളൊന്നും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടി വരുന്നു, അവർ പറയുന്നതിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ, ഉറക്കപ്പിച്ചിൽ ഇന്റർവ്യൂ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെല്ലാം നേരത്തെ സംസാരിച്ച കാര്യങ്ങളാണ്. അപ്പൊ അത് തന്നെ, അതായത് ഇതിന്റെ മങ്ങൽ കുറയ്ക്കുക. ഇവിടെ ഇരയാക്കപ്പെട്ട ആളുകളൊക്കെ നിങ്ങളെല്ലാം ഇത്തരക്കാരാണ് പെണ്ണുങ്ങൾ. അപ്പൊ ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്, അത് അന്വേഷണത്തിന് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഏതോ ഒരു പെൺകുട്ടിയെ ഇറക്കി നല്ല ഭംഗിയായിട്ട് കളിച്ചു എന്നാണ് ഇപ്പൊ ഇവരൊക്കെ സംസാരിക്കുന്നത്. ഇപ്പം പക്ഷം പിടിച്ച് സംസാരിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്ന് മനസ്സിലാകുന്നത് ഏതെങ്കിലും ഒരു കേസ്, 1-2 പേരെ ഇറക്കിയിട്ട് ഒരു കളി ഇതിനകത്ത് നടന്നിട്ടുണ്ടാവും. കാരണം അപ്പൊ വരുമ്പോ ഒരുപാട്, കാരണം കളിച്ചതെല്ലാം എല്ലാവരും പറഞ്ഞതെല്ലാം ഉന്നതന്മാർക്ക് വേണ്ടിയിട്ടാണ്, ഉന്നതന്മാരാണ് ഇതിൽ പെട്ടിരിക്കുന്ന ആളുകൾ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം. ഇനിയിപ്പോ നാളെ നമ്മളെല്ലാവരും പല ആളുകളും കൊടുത്തിട്ടുണ്ട്, അതിൽ ജെനുവിൻ ആയിട്ടുള്ള പല കേസുകളും ഉണ്ട്. കൊടുത്തതെല്ലാം ജെനുവിനിറ്റി അന്വേഷിക്കേണ്ടത് നിയമ സംവിധാനമാണെന്ന് നമ്മൾ പറയുമ്പോഴും ഞാൻ അന്നും പല ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു പെൺകുട്ടിയും നിങ്ങൾ ഏതെങ്കിലും തരത്തില് നമ്മുടെ കൺസെന്റോട് കൂടി പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു പരാതിയായിട്ട് വരരുതെന്നുള്ള ഒരു പക്ഷക്കാരിയാണ് ഞാൻ. ആ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൺസെന്റ് ഇല്ലാതെ നമ്മളെ ഒരാൾ ഉപദ്രവിക്കാൻ വരികയോ നമ്മളെ വിഷമിപ്പിക്കുകയോ ചെയ്താലാണ് കേസുമായിട്ട് എന്നെ സംബന്ധിച്ച് 2 പേര് കൺസെന്റോടെ ഇഷ്ടത്തോടെ ഏതെങ്കിലും കാര്യങ്ങൾ ഇടപെട്ടിട്ട് അതൊരു പീഡനമായിട്ട് വരരുതെന്ന് പുരുഷന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ആളാണ്. ഞാൻ തിരികെ എത്താം. ശ്രീമതി എം ജെ മല്ലിക, ഇതിനകത്ത് ഇപ്പോഴും അതായത് വലിയൊരു മൂവ്മെന്റ് വരുന്നു, ഒരുപാട് പരാതികൾ വരുന്നു. ഈ പരാതികളുടെ കടമ്പുകളൊക്കെ നിയമ പോരാട്ടത്തിലൂടെ തെളിയിക്കട്ടെ. പക്ഷെ ആ സമയത്താണ് നിവിൻ പോളിക്കെതിരായിട്ടുള്ള കേസ് വരുന്നത്. ഒരൊറ്റ നോട്ടത്തിൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നു അതൊരു ഒരു ഫ്രെയിംഡ് അപ്പ് ആണ് എന്ന്. പരസ്പര വിരുദ്ധമായിട്ട് ഇപ്പൊ സോണിയ പറഞ്ഞ പോലെ ഇതുവരെ കേൾക്കാത്ത ഒരു പേരാണ് വരുന്നത്. ഇതാരാണ്, എവിടെ നിന്നാണ് ഈ പരാതി വന്നത്, ഈ പരാതിയുടെ മോട്ടീവ് എന്തായിരുന്നാലും ആ മോട്ടീവ് കൃത്യമായി. കാരണം എല്ലാ പരാതികളും ഇതുപോലെയാണ്, തള്ളിപ്പോലെ അത് തള്ളിപ്പോകുന്നു. ആ സമയത്തെ അറിയാം. അങ്ങനെയാണെങ്കിൽ ആ ബുദ്ധി ആരുടേതായിരിക്കും? ഇതിനൊന്നും എവിഡൻസ് ഇല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും വന്ന പോലെ ആ മൂവ്മെന്റ് അവിടെ വെച്ച് അവസാനിക്കുന്നു. ഇങ്ങനെ കുറച്ച് കേസുകളൊക്കെ വരുന്നു. ഇതൊക്കെ വരുമ്പോൾ സ്റ്റേറ്റിന് എടുക്കാൻ കഴിയുന്ന ശക്തമായിട്ടുള്ള ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ചെയ്തു എന്ന് തോന്നുമോ? 5 വർഷം റിപ്പോർട്ട് എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ രാഷ്ട്രീയമായിട്ട് നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചോളം, സർക്കാർ സംവിധാനത്തെ സംബന്ധിച്ചോളം, പോലീസ് വകുപ്പിനൊക്കെ ഒരല്പം കൂടി ഉദാസീനത ഇല്ലാത്തൊരു സമീപനം ഉണ്ടായിരുന്നെങ്കിൽ, ഈ അറസ്റ്റൊക്കെ നേരത്തെ നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിങ്ങനെ തുലഞ്ഞു പോകുമായിരുന്നില്ല ഈ കേസുകളെല്ലാം എന്ന് സാധാരണക്കാർക്ക് തോന്നില്ലേ? എനിക്ക് ഒരിക്കലും വൈകാരികമായിട്ടുള്ള ഒരു നിലപാട് മാത്രം എടുത്തിട്ട് സംസാരിക്കാൻ കഴിയില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഇത്തരം ഇഷ്യൂസ് പരാതിയുമായിട്ട് ഒരു തല കുമ്പിട്ടുകൊണ്ട് ആരുടെയും മുന്നിൽ കരഞ്ഞ് പിടിഞ്ഞു നിൽക്കേണ്ട ആളുകളായി സ്ത്രീ സമൂഹം മാറരുത് എന്ന് പറയുന്ന ലക്ഷ്യമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ചും കൂടെ ഇത്തരം കാര്യം നമ്മുടെ പൊതുസമൂഹത്തെയും സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെയും നമുക്ക് എങ്ങനെയാണ് മാറ്റാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറ്റം, അപ്പൊ ഞാൻ പറയാം, സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർക്കാർ സംവിധാനം എന്ന് പറഞ്ഞാൽ ഈവൻ നമ്മുടെ വീടുകളിൽ ഒന്ന് നോക്ക്, വളരെ കൃത്യമായ സ്ത്രീ വിരുദ്ധത നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഒരു മാസത്തോളം ഒരു സ്ത്രീയുടെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് ഒരു പരാതി പോലും സ്വീകരിക്കപ്പെടാതെ അവസാനം നിവൃത്തികേടുകൊണ്ട് പത്രസമ്മേളനം വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുന്നിൽ ചെന്നിട്ട് പറയുകയും അങ്ങനെ ഒരു പോലീസ് കേസ് എടുപ്പിക്കുകയും ചെയ്ത അനുഭവം ഉള്ള ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതേപോലെ ഒരു വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഒരുപാട് തരത്തിലേക്ക് ഒറ്റപ്പെടുകയും ടോർച്ചർ ചെയ്യപ്പെടുകയും ചെയ്തിട്ടും നമുക്കൊന്ന് എന്റെ 3 ആർട്ടിക്കിള് ഒരു പുരുഷൻ മോഷ്ടിച്ച് പ്രസിദ്ധീകരിച്ചിട്ട് എനിക്ക് കേസ് പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് ഈ പറയുന്ന ഒരു സാധനത്തിന് പുറകെ പോകണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇത്തരം ഒരു അവസ്ഥയെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പൊതു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സാധനം എന്താണ്, നമുക്ക് വളരെ വൈകാരികമായി മറുവശം പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ എത്ര ശക്തമായി അവിടേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്രയും ശക്തമായി തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറച്ചും കൂടി ബുദ്ധിപരമായി ലോങ് റൺ ആയിട്ട് കാര്യങ്ങൾ കാണുകയും അസസ്സുകയും ചെയ്യേണ്ടത്. ഇതിന് സർക്കാരുകൾക്ക് പരാജയം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംവിധാനങ്ങൾ മുഴുവൻ കാണുന്നത് വളരെ കൃത്യമായും പുരുഷാധിപത്യ കാഴ്ചപ്പാടിനുള്ളിൽ കൂടി തന്നെയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ പോലും ചർച്ച ചെയ്യുന്ന, നമ്മൾ പോലും കാണുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ നമ്മളെ കണ്ണടകൾ എന്ന് പറയുന്നത് പോലും എന്ത് ചെയ്യുന്നു, നമ്മൾ വളരെ കൃത്യമായ പുരുഷ കാഴ്ചയുടെ ഭാഗമായിട്ടാണ്. ഈവൻ പീഡനം എന്ന് പറയുന്നത് പോലും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, പുരുഷ കാഴ്ചപ്പാടിന്റെ ഭാഗമായി. അതല്ലെങ്കിൽ പോടോ പുല്ലേ എന്ന് പറഞ്ഞിട്ട് ആർജവത്തോടു കൂടി നീ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിട്ടുപോകാൻ എന്തുകൊണ്ട് ഇതിന്റെ കേസിൽ നമുക്ക് പറ്റാത്തത്?
എന്റെ തല വെട്ടിക്കഴിഞ്ഞാലും കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞാലും ഇല്ലാത്തതിനേക്കാൾ ഭീകരമായ ഒരു പ്രശ്നമാണ് ഇത് എന്ന് നമ്മൾ വരുത്തി തീർക്കുകയും ഇതിന്റെ ഭാഗമായി പ്രശ്നം ഉണ്ടാവുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു വലിയ തലം സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് പുരുഷന്റെ സ്വകാര്യ സ്വത്താണ്, അല്ലെങ്കിൽ ആകാൻ പോകുന്നതാണ്. അത് നിർത്തും. ഞാൻ പറഞ്ഞത് മറുവശത്തിന് മറ്റൊരു ബോധതലത്തിലേക്ക് ഇതൊക്കെ വിളിച്ചു പറയാനും ഈ പറയുന്ന ഒരു സാധനത്തിന്റെ അകത്ത് ശിക്ഷിക്കാൻ പറഞ്ഞാൽ അയാൾ ശിക്ഷിക്കപ്പെടലല്ല, നമ്മൾ ബോധപൂർവ്വം മുഖം മറയ്ക്കാതെ നിൽക്കാൻ പറ്റുന്ന, ശക്തമായിട്ട് പോടാ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ആർജവം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലൂടെ മാത്രമേ ഈ സൊസൈറ്റിയിലെ ഇത്തരം ഇഷ്യൂസിനെ നമുക്ക് മീഡിയ എന്നുള്ളതല്ല. നിങ്ങളൊന്ന് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഈ പറയുന്ന സാധനം നിങ്ങൾ നാളെ എന്നെ വിളിക്കുകയില്ല എന്നുള്ളതാ. ഈ അപർണ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഒരു അജണ്ട ഫിക്സ് ചെയ്ത് വെച്ചിട്ടല്ലേ സംസാരിക്കുന്നത്? അതിന് അപ്പുറത്തേക്ക് എന്തേ മിണ്ടാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇതിന്റെ അത് സ്ത്രീ വിരുദ്ധതയില്ലേ നമ്മൾ കാണുന്ന എല്ലാവരും? ഞാൻ പറയും, എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന എന്റെ അമ്മ എന്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചതാണ്, മരണത്തിന്റെ മുഖത്തുനിന്ന് പുറത്തിറങ്ങി എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി നിന്ന സമയത്ത് എന്റെ അമ്മ എന്നോട് വിളിച്ചത് നീ തെരുവ് വേശിയായിട്ട് നടക്കുകയല്ലേന്ന്. അത് വെച്ച് ഞാൻ അമ്മേനെ കല്ലെറി. കാരണം അവരുടെ ഉള്ളിലേക്ക് വെച്ചിട്ടുള്ള ബോധതലത്തെ മനസ്സിലാക്കാനും എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുകയും മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ, പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് അതിനെ കാണുകയും വളരെയധികം ബുദ്ധിപൂർവ്വം ഇടപെടുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായി എന്നുള്ളതിന് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ഇത്തരം ഒരു സാധനത്തിൽ കടന്നു പോകുന്ന ഒരാൾക്ക് പലപ്പോഴും അന്നേരം പരാതിപ്പെടാനോ എഴുതി വെക്കാനോ ഒന്നും പറ്റൂല, സ്വാഭാവികമാണത്. പക്ഷെ ഇനി എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ ഇത്തരം ഒരു കമ്മീഷനോ സാധനങ്ങളോ വരുമ്പോ സ്വാഭാവികമായിട്ടും ഫിലിം ഫീൽഡിലേക്ക് അങ്ങനെ വരുന്ന ഇടങ്ങളിലേക്ക് ഇത്തരം വന്നിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഉടനെ തന്നെ അത്തരം പരാതികളുമായി വരാം. ശരി, ശ്രീമതി എം.ജെ. മല്ലിക, എനിക്ക് സ്ത്രീ വിരുദ്ധതയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇതുപോലെയുള്ള മൂവ്മെന്റുകൾ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല വന്നിരിക്കുന്നത്, മറ്റുള്ള സിനിമ ഇൻഡസ്ട്രികൾ വന്നപ്പോൾ തലകൾ ഉരുണ്ടിട്ടുണ്ട്, അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഹോളിവുഡ് അടക്കമുള്ളവര് ഇതുപോലെയുള്ള തണുപ്പൻ പ്രതികരണങ്ങളോ എവിടെയും ഇല്ലാതെ കേസുകൾ തേച്ചുമായി അല്ല പോയിരിക്കുന്നത്. അങ്ങനെയുള്ള എവിഡൻസ് കിട്ടുമോ? ഹോളിവുഡിലെ എവിഡൻസ് പോലെ കേരളത്തിലെ എവിഡൻസ് കിട്ടുമോ? നമ്മളെ അതല്ലാതെ അത് അന്വേഷണ സംഘത്തിന്റെയോ ഒരു സംവിധാനത്തിന്റെയോ ദൗർബല്യം കൊണ്ടല്ല. കേരളത്തിൽ എത്ര ആൾക്കാർക്ക് പറ്റും? അത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ സമൂഹത്തിന്റെ അകത്തും അതിന്റെ അകത്ത് ഉണ്ടാവുന്ന ഇത്തരം ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് താനാണ് കുറ്റക്കാരി. സമൂഹത്തെ മുഴുവൻ നന്നാക്കി എടുത്തിട്ട് പരാതി കൊടുത്താൽ മതി, കേസിന് പോയാൽ മതി. അങ്ങനെയല്ല, നിങ്ങൾ അത് തെറ്റിദ്ധരിച്ചിട്ട് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കൂട്ടായിരുന്നു കൊണ്ട് കുറച്ചും കൂടെ സീരിയസ് ആയി ഇത്തരം കാര്യങ്ങളെ ചർച്ച ചെയ്യുകയും ആലോചിക്കേണ്ടിടത്ത് ഏതെങ്കിലും ആളുകളുടെ തലയിലേക്ക് കുറ്റം ആരോപിച്ചിട്ട് ഒരു കൈ ചൂണ്ടുന്ന സമയത്ത് 3 പേര് നമുക്ക് നേരെ ചൂണ്ടുന്നുണ്ട്. ഈ ചൂണ്ടുന്ന വിരലുകളെ കുറെ കൂടി ജനാധിപത്യപരമായി മറ്റുള്ളവർ ഇപ്പൊ ദൊങ്ങങ്ങളിൽ മാത്രം നമ്മൾ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? ഞാൻ എറണാകുളത്തായിരുന്നു, ആലപ്പുഴയിലായിരുന്നു വാർത്ത വന്നു, കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ അന്വേഷണ സംഘത്തിന് സിദ്ദിഖിനെ കണ്ടെത്താനേ കഴിഞ്ഞില്ല. അന്വേഷണ സംഘത്തിന് സിദ്ദിഖിനെ അന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാധ്യമങ്ങൾക്കും പല വാർത്തകൾ, രാഷ്ട്രീയ വാർത്തകൾ ഉണ്ടായിരുന്നു, അല്ലായിരുന്നെങ്കിലോ അത് ഏത് തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു. 2 ആഴ്ച എന്തുകൊണ്ട് സിദ്ദിഖിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല? ഞാൻ അധികം ചർച്ചകളിൽ പങ്കെടുക്കും. കഴിഞ്ഞതിന് ശേഷം മാത്രം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് പ്രതിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ ഒറ്റ വാക്ക്. ഓക്കെ, ഞാൻ തിരികെ എനിക്ക് ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ മൂവായി വരേണ്ടതാണ്. കുറച്ചും കൂടെ ഇത്രയും ശക്തമായ സ്ത്രീ വിരുദ്ധത നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിക്കകത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാ, കുറെ കൂടി ചർച്ചയുടെ അകത്ത് എന്ത് ചെയ്യാൻ ഒരു സമവായം ക്രിയേറ്റ് ചെയ്യാനും അതിന്റെ അകത്ത് ആളുകളിലേക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ശത്രുപക്ഷത്തേക്ക് മിത്രപക്ഷത്തെ നിന്ന് അടിച്ചു പിരിയുന്നതിന് പകരം കുറെ കൂടി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ സൊസൈറ്റി ആക്കി മാറ്റാനുള്ള ചർച്ചകളിലേക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. ഇതാണ് എന്റെ അഭിപ്രായം. പിന്നെ നമുക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ സ്ത്രീപക്ഷവും മറ്റേത് വശം പുരുഷപക്ഷം എന്ന് പറയുന്ന 2 ദ്വന്ദ്ങ്ങളിലല്ല, വ്യത്യസ്തമായ രീതിയിലേക്ക് പ്രതിയുടെ പക്ഷവും വാദിയുടെ പക്ഷവും ഇരയുടെ പക്ഷവും വേട്ടക്കാരന്റെ പക്ഷവും ഇതിൽ സ്ത്രീയും പുരുഷനൊന്നുമില്ല. ഇത് 2 പക്ഷമുണ്ട്. അതിന്റെ സമവായം ഉണ്ടാക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നം ഞാൻ പറയുന്നു. സമവായം ഇതിന്റെ അകത്ത് പീഡനം എന്ന് പറയുന്ന ഒരു സാധനം ഒരു 100,000 മനുഷ്യരുടെ മുന്നിൽ പീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകൾ തന്നെ നമ്മളോട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ നിലനിൽക്കുന്ന സിസ്റ്റത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്.
കുറ്റപ്പെടുത്തലല്ല, ഇത് വലിയ ഇഷ്യൂ തന്നെയാണ്. ശക്തരായ ആളുകൾക്കെതിരെ പരാതിപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, അതിശക്തമായിട്ട് അവരെന്ത് ചെയ്യുന്നു, അതിൻ്റെതായ നിലപാടുകൾ എടുക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്ര ലൂപ്പ് ഹോൾസ് അടച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഇടപെടൽ ഉണ്ടാവണം. അതേസമയം തന്നെ എന്ത് ചെയ്യും, ഇത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ചർച്ചകളും ആ ആത്മവിശ്വാസം വലതുപക്ഷ കാഴ്ചപ്പാടിലേക്ക് ആക്കി തീർത്താൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ നിലപാടുകൾ എന്താണെന്ന് കൃത്യമായ ധാരണ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പ്രശ്നമില്ല. സമവായം ഉണ്ടാക്കണം, നിങ്ങൾ എതിർക്കല്ല ഞാൻ പറഞ്ഞത്, എന്റെ അഭിപ്രായത്തെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ രാഹുൽ. അപർണ, പെട്ടെന്നൊരു കാര്യം, മല്ലിക മാഡം പറയുന്നതിനോട് പൂർണ്ണമായും വിയോജിക്കുന്ന ഒരാളാണ്. പക്ഷെ മല്ലിക മാഡം പറയുന്ന ഒരു ഫെമിനിസ്റ്റ് പാരഡൈമാണ്, അതിനോട് വിയോജിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ ആ ഫെമിനിസ്റ്റ് പാരഡൈമിൽ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടാകുകയും സെക്സ് അടക്കം പുരുഷാധിപത്യ ക്രമത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സ്ത്രീയെ അധീശത്വം അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഭാഗമാണെന്ന് പറഞ്ഞൊരു ലാർജർ നെറേറ്റീവിന്റെ ആണെന്നും ഇത് എന്താ പറയുക ഒന്ന് കുളിച്ചാൽ പോകുന്ന സ്ഥാനമാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അത് ഈ ക്രൈം എന്നുള്ള കാര്യം മിനിമൈസ് ചെയ്യുകയല്ല. എനിക്ക് അതിനോട് പൂർണ്ണമായും വിയോജിപ്പാണ്. ആ നിലപാടുകളോട് യോജിപ്പേ ഇല്ല. ഞങ്ങളെല്ലാം റൈറ്റിൽ ഫാമിലിയെ ഉയർത്തിപ്പിടിക്കുകയും സെക്ഷ്വാലിറ്റിക്ക് ഒരു സാങ്ക്ടിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ അത് മറ്റൊരു നിലപാട് തന്നെയാണ്. പക്ഷെ കുറെ കൂടെ പ്രായോഗികമായിട്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ സ്ത്രീയും പുരുഷനും ഒരു റിയാലിറ്റിയാണ്. സെക്സിന് അതിൻ്റെതായ ഡയമെൻഷൻസും തലവുമുണ്ട്. സെക്ഷുവൽ ക്രൈംസിനെതിരേതായ പ്രസക്തിയുണ്ട്. അവിടെ എന്റെ ഏക വാദം, പുരുഷനെ കൈയും കാലും കെട്ടിയിട്ടിട്ട് നീന്താൻ പറയരുത്. പുരുഷനും കൂടി വേണ്ടി നമ്മുടെ നിയമ സംവിധാനം ഉണ്ടാകണം. സ്ത്രീക്ക് അനുകൂലമായിരിക്കണം നിയമം, പക്ഷെ പുരുഷ വിരോധമാകരുത്. മീ ടു വേണം, പക്ഷെ മെൻ ടു കൂടി വേണം. പുരുഷനെ അന്യായമായി ആക്രമിക്കുമ്പോൾ ശ്രീ നിവിൻ പോളിയുടെ അത്രയും നമുക്ക് ജനറലൈസ് ചെയ്യുന്ന വിഷയമല്ല ഇത്. അത്രയും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. കാര്യങ്ങൾ സംഭവിക്കുമ്പോ ഒരൊറ്റ വരി മാത്രം, നിവിൻ പോളിയുടെ പരാതിയുടെ പിന്നിൽ ഇല്ലൂമിനാറ്റി ആണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. എബ്രഹാം ഖുറേഷി എബ്രഹാം ഇല്ലൂമിനാറ്റിയും കൂടെ പരാതി കൊടുത്തു എന്ന ഭാവമൊന്നും നമ്മൾ കാണിക്കണ്ട. അതൊരു വ്യാജ പരാതിയായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ പരാതിയും വ്യാജമാണെന്നല്ല, അതൊരു വ്യാജ പരാതിയായിരുന്നു. സമാനമായ പല വ്യാജ പരാതികളും ഉണ്ട്. അപ്പൊ ഇതിനൊരു വ്യവച്ഛേദം, ഒരു ഡിസ്കഷൻ, ഒരു ഡിസ്ക്രീഷൻ നമുക്ക് വേണം. സോണിയ ഒന്ന് ചുരുക്കം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. മാം ഇപ്പൊ തൊട്ട് മുന്നിൽ പറഞ്ഞു മാധ്യമങ്ങൾ പ്രത്യേക അജണ്ടയുടെ, മാഡം പ്രത്യേക അജണ്ടയുടെ, അതിൽ ഞാൻ യോജിക്കുന്നില്ല. കാരണം നിങ്ങളെ പോലുള്ള എനിക്ക് തോന്നുന്ന ന്യൂസ് 18 ചാനലാണ് ഈ സ്ത്രീ വിഷയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കുറെ അലിഗേഷൻസ് പുറത്തു കൊണ്ടുവന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ നിങ്ങളുടെ ചാനലിൽ വന്നിട്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പോലും തുറന്നു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നത് അതിൻ്റെതായ പോസിറ്റീവിൽ തന്നെ എടുക്കണം. സ്ത്രീകൾ തന്നെ വന്നിരുന്നിട്ട് മാധ്യമങ്ങളെ ആ രീതിയിൽ ആക്ഷേപിക്കുന്നത് ആശ്വാസ്യമല്ല. ഒന്ന്. അടുത്തത് ഇപ്പൊ പറഞ്ഞ സമവായങ്ങൾ, അത് ഇത്തരം ചാനൽ ചർച്ചകളിലൂടെ അല്ലാതെ തന്നെ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ ഇക്വാലിറ്റിയും ഈ സെക്ഷുവാലിറ്റിയും ബാക്കി സംഭവങ്ങളും ഒക്കെ നമ്മളെ കുടുംബത്തിൽ നിന്ന് മക്കളെ നമ്മുടെ കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഏതായാലും സ്ത്രീ വിരുദ്ധതയുടെ ഒരു അജണ്ട ഉണ്ട് എനിക്ക് എന്ന് ആരോപിക്കപ്പെട്ടാൽ പോലും ഞാൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ വിചാരിച്ചത് പറഞ്ഞത് ഞാൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞത് ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ധാരണകളും സാധനങ്ങളും വെച്ചുകൊണ്ടാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. ഞാൻ അപർണ അങ്ങനെ ചെയ്തു എന്നല്ലല്ലോ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും മീഡിയക്ക് ഒരു അജണ്ട ഉണ്ട്. ഉണ്ടാകുമെന്നാണ്, പല തലകളും ഉരുളുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നുമല്ല ഉണ്ടായത്. രക്ഷിക്കേണ്ട അവർക്ക് പകരം അവർ പക്ഷേ ഇരകളെ പിന്തിരിപ്പിക്കുന്നുണ്ടോ ചില അദൃശ്യകരങ്ങൾ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ശബ്ദത്തോടെ കൂടെ വന്ന ഹേമ കമ്മിറ്റിക്ക് ശേഷമുണ്ടായ കേസുകൾക്ക് ഇത്രയുള്ള നിലനിൽപ്പ് എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നതും അതുകൊണ്ട് കൂടിയാണ്. വളരെയധികം നന്ദി ശ്രീമതി MJ മല്ലിക, പി ഉഷ, ഒപ്പം സോണിയ മൽഹാർ പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേർന്നതിന്, ഒപ്പം രാഹുൽ ഈശ്വർ യാത്രയിൽ പോലും നമുക്കൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുന്നു. നമസ്കാരം.